സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇബാദത്തിൽ വ്യത്യസ്ത ഇനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽ മഹത്തായ കാര്യമാണ് അദ്ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ. ദുആ എന്നത് അത് തന്നെയാണ് ഇബാദത്ത് എന്നത്. കാരണം ഏതൊരു ഇബാദത്ത് എടുത്താലും ഒരാൾ തന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതാവട്ടെ, തന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്നതാവട്ടെ, തന്റെ നാവ് കൊണ്ട് ചെയ്യുന്നതാവട്ടെ, ഏത് തരത്തിലുള്ള ഇബാദത്ത് നോക്കിയാലും അതിൽ ഒരു ദുആ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ഗാഫിറിലെ ഈ ആയത്ത് പാരായണം ചെയ്തു. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. ആരാണോ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ അഹങ്കാരം കാണിക്കുന്നത്, കിബർ കാണിക്കുന്നത്, അവരെ നിന്ദ്യരായി കൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. സഹോദരങ്ങൾ, അവർ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ നോക്കൂ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉദ്ഉനി, എന്നോട് ദുആ ചെയ്യൂ എന്നാണ്. എന്നിട്ട് രണ്ടാമത് അതിനെപ്പറ്റി പറഞ്ഞത് ഇബാദതി എന്നാണ്, എന്നെ ഇബാദത്ത് ചെയ്യുന്നത് എന്നാണ്. അതാണ് ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിയമമാക്കിയ, നമ്മോട് കൽപ്പിച്ചിട്ടുള്ള മഹത്തായ ഇബാദത്തായ നോമ്പ്, അതിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാനിൽ നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പിന്റെ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പും ദുആവുമായിട്ടുള്ള ബന്ധമാണ്. നോമ്പുകാരന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുന്നതാണ്. അല്ലാഹു തള്ളപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, സലാസുൻ ലാ യുറദ്ദു ദുആഉഹും, മൂന്ന് കൂട്ടർ അവരുടെ ദുആ റദ്ദ് ചെയ്യപ്പെടുകയില്ല, തള്ളപ്പെടുകയില്ല. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ. രണ്ടാമത്തേത് പറഞ്ഞു, വസ്സായിമു ഹത്താ യുഫ്തിറ, ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് മുറിക്കുന്നത് വരെ, നോമ്പ് തുറക്കുന്നത് വരെ അവന്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആവും. സഹോദരങ്ങളെ, നോമ്പിന്റെ പകലുകളിൽ നാം പ്രവേശിക്കുന്ന റമളാനിൽ നമ്മുടെ ഇബാദത്തുകളിൽ നാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ദുആ. എല്ലാ ഖൈറിന്റെയും താക്കോലാണ് ദുആ. നന്മയിലേക്ക് നമുക്ക് മുന്നേറാനും തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ ഉറച്ചു നിൽക്കാനും ദുആ ഏറ്റവും ആവശ്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ഒരു അടിമയുടെ ബന്ധം, അവന്റെ തൗഹീദിന്റെ പൂർത്തീകരണം, അത് വെളിവാകുന്നത് എത്രത്തോളമാണ് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെയും റമളാനിനെയും പറ്റി പഠിപ്പിക്കുന്ന, അതിന്റെ മസ്അലകളെ പറ്റി പഠിപ്പിക്കുന്ന ആയത്തുകൾ നോക്കൂ. നമുക്ക് കാണാം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാകാൻ വേണ്ടി മുൻഗാമികൾക്ക് രേഖപ്പെടുത്തിയതുപോലെ, തീരുമാനിച്ചതുപോലെ നിങ്ങൾക്കും അതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ നോമ്പിന്റെ ചില മസ്അലകൾ പറഞ്ഞു. അതിനുശേഷം 185-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ പറ്റി പറഞ്ഞു. ശഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹഖും ബാത്തിലും വേർതിരിച്ചിരുന്ന, ശരിയും തെറ്റും വേർതിരിച്ചു തരുന്ന, അനുസരണവും നിഷേധവും വേർതിരിച്ചു തരുന്ന ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ ഫലിയസുംഹു, ആ മാസത്തിൽ ആരാണോ സന്നിഹിതരാകുന്നത് അവൻ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് സഹോദരങ്ങളെ, അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞ വിഷയം മറ്റൊന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ, താങ്കളോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅ, എന്നോട് ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. ഫലിയസ്തജീബൂലി, അവരെനിക്ക് ഉത്തരം ചെയ്യട്ടെ. വലിയുമിനൂ ബി, അവരെന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം സിദ്ധിച്ചവരായേക്കാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അടുത്ത ആയത്തിൽ വീണ്ടും നോമ്പിന്റെ മസ്അലയാണ് പറയുന്നത്. ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി അർറഫതു ഇലാ നിസായിക്കും, നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ. ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നോമ്പിന്റെയും റമളാനിന്റെയും ആയത്തുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇനെ പറ്റി പറയാനുള്ള കാരണം, റമളാൻ എന്നുള്ളത്, നോമ്പുകാരൻ എന്നുള്ളത്, അത് ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ്, ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, ഷറഫുൽ സമാൻ, ഷറഫുൽ ഹാൽ. ഒന്ന് കാലത്തിന്റെ ഷറഫാണ്, ശ്രേഷ്ഠതയാണ്. റമളാൻ മാസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസം. അതുപോലെ ഷറഫുൽ ഹാൽ, ഒരാളുടെ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ അനുവദനീയമാക്കിയിട്ടുള്ള വെള്ളവും ഭക്ഷണവും പാനീയങ്ങളും ഭാര്യാഭർത്തൃ ബന്ധവും അവനൊരു നിശ്ചിത സമയത്തേക്ക് ഒഴിവാക്കുന്നു. ഈ രണ്ടവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ദുആ ഉത്തരം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം.
സഹോദരങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, സാധ്യതയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നാം എന്ത് നന്മയാണോ ആഗ്രഹിക്കുന്നത്, എന്ത് തിന്മയിൽ നിന്ന് രക്ഷയാണോ നാം തേടുന്നത്, അത് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്കൊരു മടിയും ആവശ്യമില്ല. അള്ളാഹു പറയുന്നു, ഇദാ സഅലക ഇബാദി, നബിയെ താങ്കളോട് എന്നെ കുറിച്ച്, ഇബാദി അന്നി, എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കണം, ഖുൽ ഇന്നി ഖരീബ് എന്നല്ല അള്ളാഹു പറഞ്ഞത്. നബിയെ പറയുക ഞാൻ അടുത്തുള്ളവനാണ് എന്നല്ല പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റു പല ആയത്തുകളിലും ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. നോക്കൂ, യസ്അലൂനക അനിൽ അഹില്ല, അതാ അവർ നിന്നോട് ചോദിക്കുന്നു മാസപ്പിറവിയെ കുറിച്ച്. ഖുൽ, നബിയെ പറയുക. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം ഖിതാലുൻ ഫീഹി, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. ചോദ്യങ്ങൾക്കെല്ലാം നബിയോടാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ദീനിന്റെ അഹ്കാമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അല്ലാഹു തആല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ദുആഇനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹുവാണ് മറുപടി പറഞ്ഞത്, ഫഇന്നി ഖരീബ്, അതും ഇസ്മിയായ ഒരു ജുംലയിൽ വളരെ ശക്തമായി കൊണ്ട് അല്ലാഹു പറയാണ്, ഞാൻ അവരുടെ അടുത്തുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞിട്ടല്ല, ദുആയിൽ ഞാൻ ഏറ്റവും അടുത്തവനാണ്, ഇടയിൽ ഒരാളെയും ആവശ്യമില്ല, അല്ലാഹുവിനോട് എന്നോട് അവർ നേരിട്ട് ചോദിക്കട്ടെ എന്ന് അല്ലാഹു ഉറപ്പിച്ചു പറയുന്നു. അതുപോലെ തന്നെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, നിങ്ങൾ ചോദിക്കൂ, അല്ലാഹു പറയുന്നു ഞാൻ ഉത്തരം ചെയ്യാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം. എന്നിട്ട് പറയാണ് ഫലിയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, രണ്ട് കാര്യങ്ങൾ, അവർ എനിക്ക് ഉത്തരം ചെയ്യട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ. ദുആ അല്ലാഹു തആല ഉത്തരം ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഫലിയസ്തജീബൂ ലീ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? കമാലുത് തആ, വൽയുഅ്മിനൂ ബി, അതുകൊണ്ട് എന്താണ് ഉദ്ദേശം? അൽ മുഅ്തഖദ് സഹീഹ, സഹീഹായിട്ടുള്ള വിശ്വാസവും അതുപോലെ പൂർണ്ണമായ അനുസരണവും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, റമളാനിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ രാത്രി നിസ്കാരങ്ങളോടൊപ്പം, നമ്മുടെ പകലിലെ നോമ്പിനോടൊപ്പം, നമ്മുടെ ഖുർആൻ പാരായണങ്ങളോടൊപ്പം, നമ്മുടെ ദാനധർമ്മങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, പിശാചുകളെ ചങ്ങലക്കിടുന്ന, നന്മയിലുള്ളവരെ മുന്നിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ ചെയ്യുന്നവരോട് കുറക്കാൻ പറയുന്ന ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തിൽ പ്രധാനമായി ദുആ ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വന്തത്തിന് വേണ്ടി, ഇസ്തിഖാമത്തിനും സബാത്തിനും സ്ഥിരതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടുക. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് തേടുക. അള്ളാഹുവിന്റെ തൃപ്തിയെ ചോദിക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തെ ചോദിക്കുക. മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തിന് വേണ്ടി തേടുക, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തേടുക, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി തേടുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണം. അള്ളാഹു തആല പറഞ്ഞില്ലേ, ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിക്കുന്നവൻ, മരണമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവൻ അവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതൊരു ഇലാഹില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹുവിനോട് നിങ്ങൾ താഴ്മയോടുകൂടി ഗോപ്യമായി അതിരുവിടാതെ നിങ്ങൾ ദുആ ചെയ്യുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എത്രയെത്ര ചരിത്രങ്ങളാണ് അല്ലാഹു തആല ഖുർആനിലൂടെ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ അല്ലാഹു തആല ആ ദുആക്ക് ഉത്തരം ചെയ്ത് നടത്തിക്കൊടുത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്തിനാണ് നമുക്കിത് പറഞ്ഞു തന്നത്? എന്തിനാണ് നബിമാരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നത്? അല്ലാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകാനാണ്, അല്ലാഹുവിലുള്ള ദൃഢത ഉണ്ടാകാനാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ അംബിയായിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം മാരകമായ രോഗം പിടിപെട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു, നാം ഉത്തരം ചെയ്തു. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ കിടന്ന് ദുആ ചെയ്തു. അല്ലാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ പ്രായാധിക്യത്തിൽ, തന്റെ എല്ലുകൾ ക്ഷയിച്ച ആ സമയത്തിൽ അല്ലാഹുവിനോട് മകന് വേണ്ടി തേടി. അല്ലാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു, ഞാൻ ഉത്തരം ചെയ്തു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അതാ അവർ നന്മയിൽ മുന്നേറിയവരായിരുന്നു, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ സബബുകൾ സ്വീകരിച്ചവരായിരുന്നു. വയദഊനനാ റഗബൻ വറഹബ, പ്രതീക്ഷയോടുകൂടി ഭയപ്പാടോടുകൂടി നമ്മോട് ദുആ ചെയ്തിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, നമ്മളോട് മുന്നിൽ ഖുശൂ ഉള്ളവരായിരുന്നു അവർ. അതേ സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അസംഭവ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന, ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദൃഢതയോടുകൂടി ചോദിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അത് അല്ലാഹുവാണ്. കാരണം ആകാശഭൂമികളെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന, അവരുദ്ദേശിക്കുന്നത് സംഭവിക്കുന്ന, അവരുദ്ദേശിക്കാത്തത് സംഭവിക്കാത്ത എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിനോടാണ് നാം തേടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാൻ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന മാസമാണ്. നോമ്പുകാരൻ എന്നുള്ളത് ദുആ തള്ളപ്പെടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നോമ്പുകാരനായിരിക്കുന്ന ഈ റമളാനിൽ നമ്മൾ അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ, ദുനിയവിയായതും പരലോകത്തിന്റെയും ആവശ്യങ്ങൾ അള്ളാഹുവിനെ എടുത്തു തേടുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.